ഇന്നത്തെ ക്ലാസ്സിൽ മയോകാർഡിയൽ ഇൻഫാക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസീസ് കണ്ടീഷൻ ഇൻ വിച്ച് there is reduced blood flow in the coronary artery due to atherosclerosis and occlusion of an artery by a thrombus or emboli. അതായത് നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. അപ്പോൾ ഈ ഒരു കൊറോണറി ആർട്ടറിക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്ലോക്കേജ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അഥെറോസ്ക്ലിറോസിസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ആർട്ടറിക്ക് ത്രോംബസ് വഴിയോ അല്ലെങ്കിൽ എംബോളെ വഴിയോ ഒക്ലൂഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റീസൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് അഥെറോസ്ക്ലിറോസിസ് ഉണ്ട്, അതുപോലെ തന്നെ ത്രോംബസ് ആൻഡ് എംബോളയും കാണപ്പെടുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ഇൻഫാക്ഷനെ പറ്റിയാണ് പറയുന്നത്. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഏത് അനാട്ടമിക്കൽ റീജിയൺ ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻഫാക്ഷനെ പല ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യം തന്നെ 5 ടൈപ്സ് പറയുന്നുണ്ട്: ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ, സെപ്റ്റൽ ആൻഡ് സർക്കംഫറൻഷ്യൽ. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ അനാട്ടമിക്കൽ റീജിയണിൽ എവിടെയായിട്ടാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഇൻഫാക്ഷനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ, സെപ്റ്റൽ ആൻഡ് സർക്കംഫറൻഷ്യൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടും നമുക്ക് ഇൻഫാക്ട്സ് കാണുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം: ആൻഡ്രോ ലാറ്ററൽ, പോസ്ട്രോ ലാറ്ററൽ ആൻഡ് ആൻഡ്രോ സെപ്റ്റൽ. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. അതായത് ഇതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് ഇൻഫാക്ട്സ് കാണപ്പെടുന്നുണ്ട്: ആൻഡ്രോ ലാറ്ററൽ, പോസ്ട്രോ ലാറ്ററൽ ആൻഡ് ആൻഡ്രോ സെപ്റ്റൽ. ഇനി അടുത്തതായിട്ട് വെൻട്രിക്കുലാർ വോളിൽ എത്രമാത്രം തിക്നെസ്സിലാണ് ഇത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ട്രാൻസ്മ്യൂറൽ ആൻഡ് ലാമിനാർ. ട്രാൻസ്മ്യൂറൽ എന്ന് പറയുമ്പോൾ ഫുൾ തിക്നെസ് അവിടെ ഇൻവോൾവ് ആകുന്നുണ്ട്. ഇനി ലാമിനാർ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സബ് എൻഡോകാർഡിയൽ എന്നും പറയാം, അതായത് എൻഡോകാർഡിയത്തിന് തൊട്ട് താഴെയായിട്ട്. ഇനി ഇൻഫാക്ട്സിൻ്റെ ഏജ് അനുസരിച്ചും അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്നതാണ് ന്യൂലി ഫോംഡ് ആൻഡ് അഡ്വാൻസ്ഡ്. ന്യൂലി ഫോംഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ഇൻഫാക്റ്റ് ആണ്. അത് അക്യൂട്ട് ആകാം, അതുപോലെ ഫ്രഷ് ആവാം. ഇനി അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഓൾഡ് ആയിട്ടുള്ള ഇൻഫാക്ട്സ് ആണ്. അത് ഹീൽഡ് ആകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആകാം. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അതായത് MI അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി, സ്ട്രെസ്, ആൽക്കഹോൾ, ഏജ്, ഡയബറ്റീസ്, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഡ്രഗ് അബ്യൂസ് ആൻഡ് ടൊബാക്കോ സ്മോക്കിംഗ്. ഇത്രയും എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കൊറോണറി ആർട്ടറിയാണ് നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൊറോണറി ആർട്ടറിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മെയിനായിട്ടും കൊറോണറി ആർട്ടറി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഇനി റൈറ്റ് കൊറോണറി ആർട്ടറിക്ക് പല ബ്രാഞ്ചസ് കാണുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം: അക്യൂട്ട് മാർജിനൽ, പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലാർ, റൈറ്റ് കോണസ്, നോഡൽ ബ്രാഞ്ച് ടു SA നോഡ്, ഏട്രിയൽ, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ വെൻട്രിക്കുലാർ. അപ്പോൾ ഇത്രയാണ് റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ പഠിക്കാനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു MI ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറിക്ക് ഉണ്ടാവുന്ന ബ്ലോക്കേജ് ആണ്. അപ്പോൾ കൊറോണറി ആർട്ടറിയുടെ പല ഡിവിഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഡിവിഷൻസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അഥെറോസ്ക്ലിറോസിസ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് MI ആണ് ഉണ്ടാവുന്നത്. ഏത് ബ്രാഞ്ചിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് MIയെയും പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്രാഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. മെയിനായിട്ടും 2 ഡിവിഷൻസ് ആണ് വരുന്നത്: റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഇനി ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ഓർ ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ഓർ വിഡോസ് ആർട്ടറി. ഇതെല്ലാം അതിൻ്റെ പല പേരുകളാണ്. അതുപോലെ തന്നെ സർക്കംഫ്ലെക്സ് ആർട്ടറി, ലെഫ്റ്റ് ഡയഗണൽ, ഒബ്റ്റ്യൂസ് മാർജിനൽ, ലെഫ്റ്റ് കോണസ് ആർട്ടറി, ഏട്രിയൽ ബ്രാഞ്ച് ആൻഡ് നോഡൽ ബ്രാഞ്ച് ഫോർ SA നോഡ്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ പല ബ്രാഞ്ചസിനെ പറ്റി ഓൾറെഡി പറഞ്ഞത്. ഇനി ഈ കൊറോണറി ആർട്ടറിയുടെ ഏത് ബ്രാഞ്ചിനെയാണ് ഇൻഫാക്റ്റ് അല്ലെങ്കിൽ അതറോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഒക്ലൂഷൻ അഫക്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് MIയെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ കാര്യം പറയാം. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയിലാണ് ബ്ലോക്കേജ് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന MIയെ വിളിക്കുന്ന പേരാണ് ആൻറ്റീരിയർ വോൾ MI അല്ലെങ്കിൽ സെപ്റ്റൽ വോൾ MI. അപ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾസിനെയാണ് മെയിനായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇഫ് ദ ബ്ലോക്ക് ഈസ് ഇൻ സർക്കംഫ്ലെക്സ് ആർട്ടറിയിലാണ് ബ്ലോക്കേജ് കാണപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന MI ആണ് ലാറ്ററൽ വോൾ MI അല്ലെങ്കിൽ പോസ്റ്റീരിയർ വോൾ MI എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇനി റൈറ്റ് കൊറോണറി ആർട്ടറിയിലാണ് ബ്ലോക്കേജ് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന MI ആണ് ഇൻഫീരിയർ വോൾ MI എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഒന്നും കൂടെ പറയാം. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയിലാണ് ബ്ലോക്കേജ് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ആൻറ്റീരിയർ വോൾ MI. ഇനി സർക്കംഫ്ലെക്സ് ആർട്ടറിയിലാണ് ബ്ലോക്കേജ് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന MI ആണ് ലാറ്ററൽ വോൾ MI അല്ലെങ്കിൽ പോസ്റ്റീരിയർ വോൾ MI എന്ന് പറയുന്നത്. ഇനി തേർഡ് കേസാണ് റൈറ്റ് കൊറോണറി ആർട്ടറിയിലാണ് ബ്ലോക്കേജ് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന MI ആണ് ഇൻഫീരിയർ വോൾ MI. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനും കൂടിയാണ്. അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസിക്കലി. അതാണ് ST എലിവേഷൻ MI ആൻഡ് നോൺ ST എലിവേഷൻ MI. ഇനി ST എലിവേഷൻ MI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. അവിടെ ST സെഗ്മെൻറ്റ് എലവേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ T വേവിന് ഇൻവേർഷൻ ഉണ്ടായിരിക്കും, അതുപോലെ അബ്നോർമൽ Q വേവും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. അതായത് ST എലിവേഷൻ MIയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് ST സെഗ്മെൻറ്റ് എലിവേഷൻ, T വേവ് ഇൻവേർഷൻ ആൻഡ് അബ്നോർമൽ Q വേവ്. അതുപോലെ നോൺ ST എലിവേഷൻ MIയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ST എലിവേഷൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ പത്തോഫിസിയോളജിയെക്കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.